ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലത്തോടെ വീടിൻ്റെ പണി തീരും എന്ന് വിചാരിച്ചു, പക്ഷെ തീർന്നില്ല. ഇനിയും കുറച്ചുകൂടെ വി ബോർഡ് കാര്യങ്ങളെല്ലാം അടിക്കാനുണ്ട്. നിലവിൽ നമ്മളുടെ വീടിൻ്റെ പണി ഇതുവരെ എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. താഴത്തെ എല്ലാം വി ബോർഡ് അടിച്ച് തീർന്നു. നാളെ മുതൽ ഇലക്ട്രിക്കലിൻ്റെ ടീംസ് വരുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് വർക്കുകൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് വന്ന് ഒരു പോയിൻ്റുകളെല്ലാം നോക്കിയിട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ എൻട്രൻസിൽ നിന്ന് വരുമ്പോഴുള്ള റൈറ്റ് സൈഡിലുള്ളത്. 10 അടിക്ക് നമ്മൾ വി ബോർഡ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചോദിച്ചു അവിടുന്ന് മുകളിലേക്ക് കൂടെ ക്ലോസ് ചെയ്തുകൂടെ, എന്നാൽ പിന്നെ അങ്ങനെ ഒരു പാർട്ടീഷൻ വരുമല്ലോ എന്ന്. നമുക്ക് എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് അത്ര ഉള്ളതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ചൂട് വരുവാണെങ്കിൽ കൂടെ എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് ആ ചൂട് നമുക്ക് ഫീൽ ചെയ്യില്ല. കാരണം മാക്സിമം എയർ സർക്കുലേഷനിൽ ആ ചൂട് കാര്യങ്ങളെല്ലാം ഏതെങ്കിലും വഴിയൊക്കെ പുറത്തേക്ക് വെക്കോളും. അതായത് നമ്മുടെ സ്റ്റെയറിൽ ഫുള്ള് വി ബോർഡ് അടിച്ചു കേട്ടോ. സ്റ്റെയറിൽ നമ്മളുടെ ഫ്ലോറിൽ വിരിച്ച് 16 mm വി ബോർഡ് തന്നെ അടിച്ച് 17 സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇതും മുകളിലത്തെയും കൂടെ കൂട്ടിയിട്ട് 17 സ്റ്റെപ്പ് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളുടെ റൂം പാർട്ടീഷൻ ചെയ്തത്. ഇതിനകത്തും ചെറിയ പണികൾ ബാക്കിയുണ്ട്. കാരണം ഈ കോർണറിൽ വി ബോർഡ് വയ്ക്കാനുണ്ട്. അപ്പോൾ അതിനുള്ള മെറ്റീരിയലെല്ലാം ഉണ്ട്, പക്ഷേ തീർന്നില്ല, വർക്ക് തീർന്നില്ല. ബേ വിൻഡോയിൽ നമുക്ക് ചിലപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ബേ വിൻഡോയിലും നമ്മൾ ചിലപ്പോൾ ഈ വി ബോർഡ് തന്നെ ഇടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് നമ്മളുടെ അടുക്കളയുടെ ഏരിയ അല്ല, നമ്മളാ മുകളിലത്തെ പോർഷൻ ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുവരെ ഫുള്ളായിട്ട് ക്ലോസ് ചെയ്യണം. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റൂമിൽ നിന്ന് ഇറങ്ങിയാലെല്ലാം ഡൈനിങ് ഏരിയയിലേക്കുള്ള വ്യൂ ഉണ്ടാവും, കിച്ചണിലേക്കുള്ള വ്യൂ ഉണ്ടാവും. പിന്നെ അതല്ല, നല്ല രീതിക്ക് എല്ലായിടത്തേക്കൂടെയും എയർ പാസേജ് കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളത് ക്ലോസ് ചെയ്യാതെ. ഇനി നമുക്ക് ഈ മുകളിലെ ഈ മറ്റേ പോർഷൻസിലൊക്കെയാണ് വ്യൂ ബോർഡ് ഇടാനുള്ളത്. പിന്നെ മെയിനായിട്ടുള്ളൊരു സംഭവം നമ്മളുടെ മുകളിലത്തെ ബാത്റൂമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് മുകളിലത്തെ ബാത്റൂം പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞു. ഇതാ ചെന്ന് കയറുമ്പോൾ ഈ കാണുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഒരു 100 അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ ഒരു ചെറിയ ടാങ്ക് വെച്ചിട്ട് ഈ ബാത്റൂമിലേക്ക് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്ക്വയർ ടൈപ്പ് ടാങ്ക് ഉണ്ടാവുമല്ലോ, അത് വെക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഇരിക്കണേ. അതാകുമ്പോൾ നമുക്ക് താഴേക്കുള്ള ടാങ്കുകളിന് മറ്റേ ഹൈറ്റ് കൂട്ടേണ്ട കാര്യമില്ല. അതായത് നമുക്കിപ്പോൾ എല്ലായിടത്തേക്കും കോമൺ ആയിട്ട് ടാങ്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നമ്മളിപ്പോൾ നിൽക്കുന്നതിനേക്കാളും ഹൈറ്റിൽ വേണം വെക്കാൻ. അപ്പോൾ അങ്ങനെ ടാങ്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ആ ഹൈറ്റിന് അത്യാവശ്യം ഒരു 10 രൂപയിൽ നിൽക്കുമെന്നറിയില്ല. കാരണം ഏകദേശം ഒരു 15 അടി ഹൈറ്റ് എന്തായാലും വേണം. 15 അടിയിൽ വെച്ച് കഴിഞ്ഞാലും അത്രയും പ്രഷറും കിട്ടില്ല. അപ്പോൾ അതിലും ഭേദം നമുക്ക് ഈ പറയുന്ന ബാത്റൂമിൻ്റെ മുകളിൽ തന്നെ അതിനുള്ള സ്പേസ് ഉണ്ട്. അതിനുള്ളൊരു ഫ്രെയിം അടിച്ചിട്ട് ഒരു 100 ലിറ്ററിൻ്റെ അല്ലെങ്കിൽ 200 ലിറ്ററിൻ്റെ ടാങ്ക് സെറ്റ് ചെയ്തിട്ട് മോട്ടർ ഇടുമ്പോൾ ഒരു വാൽവും അതിലേക്ക് സെപ്പറേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാത്റൂമിലേക്ക് മാത്രമായിട്ട് നമുക്ക് ഒരു പൈപ്പ്, ഷവർ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഇവിടെ ഒരു എക്സോസ്റ്റ് അതിനുള്ളത് കട്ട് ചെയ്യണം. ഒരു വിൻഡോയും എക്സോസ്റ്റുമായിട്ട് കട്ട് ചെയ്യണം. അതെല്ലാം ഇനി നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്യണം. പിന്നെ ഈ കാണുന്ന പോർഷന് നമ്മൾ മറ്റേ വി ബോർഡ് അടിച്ച് തന്നെ ക്ലോസ് ചെയ്യാനുണ്ട്. അത് അവിടുത്തെ എല്ലാം വി ബോർഡ് അടിച്ച് അതിൻ്റെ ബാലൻസ് ഷീറ്റും കൊണ്ട് അടിക്കാമെന്നുള്ള മൈൻഡിലാട്ടോ. കാരണം മറ്റേ ഇവിടെ നമുക്ക് ഇത് ചെയ്യാൻ ടൈൽസ് ഒട്ടിക്കാനുള്ളതാണ്. ഒരു വാട്ടർ പ്രൂഫിങ് മെറ്റീരിയൽ ചെയ്തിട്ട് ടൈൽസ് ഒട്ടിക്കാമെന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വി ബോർഡും കൊണ്ടുള്ള ബാത്റൂമാണ് ഇത്. ടോയ്ലറ്റ് സെറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ബാത്റൂം കുളിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സ്പേസ്. അതിൽ ഈ സ്പേസ് നമുക്ക് വേസ്റ്റായി പോവും. ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ട് ഒഴിവാക്കി വിടാനാണ് ഇത് പറ്റുള്ളൂ. അത് നമുക്കിനി വരും വീഡിയോകളിൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഈ ഒരു സ്പേസിൽ നമ്മൾ കട്ടിലിടുന്നത് കേട്ടോ.
ബെഡ് കാര്യങ്ങൾ. അതും നമ്മൾ കട്ടിലിടുന്നില്ല, ബെഡ് ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക, ഇരുമ്പും കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് അതിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞില്ലേ, നമ്മളുടെ ഇവിടുത്തെ ബാൽക്കണി നമ്മൾ ഒഴിവാക്കിയിട്ട് ഒരു വലിയൊരു ഓപ്പൺ വിൻഡോ ആക്കി, സ്ലൈഡിങ് ഡോറാക്കിയിട്ട് ഓപ്പൺ വിൻഡോ ആക്കി. അപ്പോൾ ഈ സ്ലൈഡിങ് ഡോർ തുറന്നിട്ടാണെങ്കിലും നമുക്ക് ബാൽക്കണിയിലേതുപോലെ തന്നെയുള്ളൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാം. ആ ഒരു ഫീലും നമുക്ക് ഈ സ്ലൈഡിങ് ഡോർ തുറന്നു കഴിഞ്ഞാൽ ആസ്വദിക്കാം. നമ്മുടെ റബ്ബറിനൊക്കെ തളിര് വന്നു തുടങ്ങി കേട്ടോ. ഇത് ഫുള്ളായിട്ട് തളിരെല്ലാം വന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇനി മുകളിലത്തെ നിലയിൽ ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനി ഇതിനകത്ത് ഈ പോർഷനിലാണ് നമുക്ക് വി ബോർഡ് ഇടാനുള്ളത്. പിന്നെ വളരെ സന്തോഷകരമായ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ഈ വീട് കാണാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പലയിടത്തു നിന്നായിട്ട് പലരും വന്നിട്ടുണ്ട്. പാലക്കാട് നിന്ന് ഒരു സാറ് വന്നിട്ടുണ്ടായിരുന്നു, സാറിൻ്റെ വൈഫുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നു, അവരുടെ ഒരു പ്രോപ്പർട്ടി ഉണ്ട് കോടനാട്. അപ്പോൾ ആ പ്രോപ്പർട്ടിയിൽ അത് ടെറസ് വീടാണ്, ഒരു 1000-600 സ്ക്വയർ ഫീറ്റുള്ള ടെറസ് വീടാണ്. അപ്പോൾ ആ വീടിൻ്റെ മുകളിൽ ഇതേപോലെ ഒരു എ ഫ്രെയിം അവർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മളുടെ ഈ വീടിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അവിടെ പോയി അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണം. അപ്പോൾ അത് എന്തായാലും നമുക്ക് ഈ വീഡിയോയിൽ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ നമ്മുടെ ചാലക്കുടിയിലെ അനൂപേട്ടൻ്റെ എ ഫ്രെയിം വീടിൻ്റെ കാര്യം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വീട് ഏകദേശം വി ബോർഡിൻ്റെയും എല്ലാത്തിൻ്റെയും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആ വീടിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നവർക്ക് അത് കാണാം. അപ്പോൾ ഇന്നലെ നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് തന്നെ കോങ്ങാട് നിന്ന് ഒരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ നാട്ടിലില്ല, ആ ചേട്ടന് ഏതോ ഒരു സ്ഥലപ്പേര് പറഞ്ഞു, അവിടെ സെറ്റിൽഡാണ്. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ പുള്ളിക്ക് താമസിക്കാനായിട്ട് ഇതേപോലെ ചെറിയൊരു 1000-600 സ്ക്വയർ ഫീറ്റിൽ ഒരു എ ഫ്രെയിം ഹട്ട് പോലെ പണിത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നിലവിൽ ഒരു ഇത്രയൊക്കെ ആവാൻ കാരണം നമ്മൾ വി ബോർഡൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചതുണ്ടായിരുന്നു. അത് കൂടാതെ വീണ്ടും നമ്മൾ വി ബോർഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഈ മുകളിലത്തെ നിലയിലേക്കും ഇതിലേക്കെല്ലാം നമ്മൾ 6 mm വി ബോർഡാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ ഈ പോർഷനിലൊന്നും നമ്മൾ മറ്റേ ചാരി നിൽക്കാനോ ഇല്ലെങ്കിൽ കൈ എത്തിക്കാനോ ഉള്ള യാതൊരുവിധ ഇതുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു മറ കൊടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 6 mm എടുത്തത്. നമ്മൾ സ്റ്റെയറിൻ്റെ സൈഡിലേക്കുള്ളത് 10 mm വി ബോർഡാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ചാരി നിൽക്കുകയും അതേമാതിരി ഡെയിലി ഇതിലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏരിയയും കൂടെ ആയതുകൊണ്ടാണ് കനമുള്ള വി ബോർഡ് കൊടുത്ത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യാത്ത, നമ്മളുടെ കൈയൊന്നും എത്തില്ലാത്ത, നമുക്ക് ഉപകാരം ഇല്ലാത്ത ഏരിയകളിലെല്ലാം നമ്മൾ 6 mm വി ബോർഡാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വയറിങ് കാര്യങ്ങൾ നാളെ തുടങ്ങും, ഞാൻ പറഞ്ഞില്ലേ. വേറെ ഇപ്പം എന്താ പറയാനുള്ളത്, ബാക്കി അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് പറയാം, സംശയം ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. എൻ്റെ നമ്പർ എല്ലാ വീഡിയോയിലും കൊടുത്തിട്ടില്ലെങ്കിലും ഒരുവിധം വീഡിയോസിലെല്ലാം എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കുറേ പേര് വിളിക്കാറുണ്ട്, വളരെയധികം സന്തോഷം. അതേപോലെ വീട് കാണാൻ വേണ്ടി പലരും വരുന്നുണ്ട്, അതും നമുക്ക് വളരെയധികം സന്തോഷമാണ്. കാര്യങ്ങൾ നിങ്ങൾ വരുന്നവർക്ക് നമ്മളുടെ വീട് ഫുള്ള് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത വീഡിയോ അടുത്ത പണികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മളുടെ കാര്യങ്ങൾ മറക്കണ്ട, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതിനകത്ത് നമ്മൾ ഒരുപാട് പരിപാടികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ലോ ബഡ്ജറ്റിലാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത്. എല്ലാം എൻ്റെ സ്വന്തം വീട്, ഞാൻ തന്നെ മുന്നിൽ നിന്ന് പണിയുന്ന വീട്. അപ്പോൾ
ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിലേക്ക് കള്ളത്തരങ്ങൾ കാണിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ 100% വിശ്വസിക്കാം. വിശ്വാസമില്ലാത്തവർക്ക് നേരിട്ട് വന്ന് കണ്ടു ബോധ്യപ്പെടാം. അതിന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആർക്ക് വേണേലും ഇങ്ങോട്ട് വരാം. ഓക്കെ, ഇത് സ്ഥലം കൂടെ പറഞ്ഞുതരാം. ഇപ്രാവശ്യം അതിൻ്റെ എൻ്റെ അടുത്ത് കുറേ പേര് കമൻറ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്ഥലം പാലക്കാട് ജില്ലയിൽ കടമ്പുഴപ്പുറം പഞ്ചായത്തിൽ ഉമ്മനഴി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീട് ഉള്ളത്. അപ്പോൾ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. ഇല്ലെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം. ഓക്കെ, അപ്പോൾ അതുവരെയ്ക്കും ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.